ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻ പൊളിച്ചത് റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അയിലയാണ്. ഒരു 8 അയിലയാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വിനാഗിരി, ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു അയിലക്ക് നമ്മൾ ഈ ഒരു മുഴുവൻ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വെച്ചെടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് ഈ ഫിഷ് നമുക്ക് ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിൻ്റെ 2 സൈഡും നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മളിവിടെ ഫുള്ള് ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ പാനിലേക്ക് വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 5 സവാളയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 3 തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്കാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴറ്റി വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, ഇതൊക്കെ ചേർത്ത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഒരു വാഴയിലെടുത്ത് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കാം. ആ ഒരു വാഴയിലേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഫിഷും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു പൊതിയിലൊരു 5 ഫിഷാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീണ്ടും കുറച്ച് മസാല വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കാം. വാഴയുടെ നാര് കൊണ്ട് തന്നെ നല്ല ടൈറ്റാക്കി കെട്ടിക്കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് നമുക്ക് ഒരു 8 മിനിറ്റ് വെച്ച് പൊളിച്ചെടുക്കാം. അതേപോലെ തന്നെ മറുവശം ഒരു 8 മിനിറ്റ് പൊളിച്ചെടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു മീൻ പൊള്ളിക്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.